സംഘടനകളാണ്. അപ്പോൾ അങ്ങനെ അങ്കമാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. 3 ആർട്സ് കോളേജുകളുണ്ട്. ഈ ഒരു സാഹചര്യം 2 ഇൻഫോ പാർക്കുകളുണ്ട്. എറണാകുളം ഇൻഫോ പാർക്ക്, കൊരട്ടി ഇൻഫോ പാർക്ക്. ഈ സാങ്കേതികത്വം വികസിച്ച് വരാൻ പോകും. മുതലെടുത്തുകൊണ്ട് അങ്കമാലിക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഇൻകൽ പാർക്ക് വേറെയുണ്ട്. പ്രസന്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷന്റെ മോഡൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തി സഹകരണത്തോട് കൂടിയിട്ട് ഒരു AI ഇന്നോവേഷൻ ഹബ്ബായിട്ട് അങ്കമാലിക്ക് 2050 മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗം AI ജനറേറ്റഡ് ആയിട്ടുള്ള ഏജൻസിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് AI ഒരു ഹബ്ബായി അങ്കമാലിക്ക് മാറാൻ സാധിക്കും. സാധ്യത പരിശോധിക്കണം. ആ സാധ്യത എന്നുള്ളത് വികസന സ്വപ്നമാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസനം അടുത്തൊരു ഘട്ടം നമുക്ക് എളുപ്പം ചെയ്യാവുന്നത്, ഇത് സ്വപ്നമാണെങ്കിൽ എളുപ്പം ചെയ്യാവുന്നത് സ്കിൽ ഹബ്ബുകൾ എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. അങ്കമാലിക്ക് എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടെയുള്ള എല്ലാ ബന്ധപ്പെട്ട സ്കിൽ ഹബ്ബുകൾ, ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ. അപ്പൊ അങ്കമാലിക്ക് ഒരു എഡ്യൂക്കേഷൻ ഹബിന്റെ സാധ്യതയുണ്ട്, അങ്കമാലിക്ക് ഒരു സ്കിൽ ഹബിന്റെ സാധ്യതയുണ്ട്, അങ്കമാലിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഹബിന്റെ സാധ്യതയുണ്ട്. അങ്കമാലിക്ക് ഇല്ലാത്തത് ഒരു നല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ കാലയളവിൽ നാം ഓർക്കാതിരുന്നാൽ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത കാര്യമുണ്ട്. നിങ്ങൾക്കറിയോ, കേരളത്തിലെ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് പുറമേക്കുള്ള റിക്രൂട്ട്മെന്റിന് എറണാകുളം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വ്യവസായം നടത്തുന്നത് അങ്കമാലിയിലാണ്. ഏറ്റവും കൂടുതൽ ജർമ്മൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അങ്കമാലിയിലാണ്. അങ്കമാലിക്കാണ് ആൾക്കാർ വരുന്നത് ജർമ്മൻ പഠിക്കാനും പുറത്ത് വിദേശത്തേക്ക് കടന്നു പോകാനും. ഇതൊരു വലിയൊരു സാധ്യതയാണ്. ഒരു ലാംഗ്വേജ് അക്കാദമി, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് വലിയൊരു ക്യാൻവാസിൽ ചിന്തിച്ചാൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ വിഷയം വിദ്യാഭ്യാസമായതുകൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനൊപ്പം ഏറ്റവും അടുത്ത രീതിയിൽ സ്കില്ലിനുള്ള സെക്ഷൻ, ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പിനുള്ള സെക്ഷൻ, ഒപ്പം തന്നെ ലാംഗ്വേജ് അക്കാദമി എന്ന് പറയുന്ന സാധ്യത. ഒപ്പം നമുക്ക് ചിന്തിക്കാം, കാലം മാറുമ്പോൾ കേരളത്തിന്റെ AI തലസ്ഥാനമായിട്ട് കൊച്ചിക്കൊപ്പം അങ്കമാലി വരത്തെ സിയാലുമായി യോജിച്ച് പദ്ധതി നമുക്ക് വിഭാവനം ചെയ്യാം. നന്ദി, നമസ്കാരം. അങ്കമാലിക്ക് കേട്ടതായിട്ടും അങ്കമാലിക്ക് വരേണ്ടതായിട്ടും നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബി ഇവിടെ പ്രസംഗിച്ചു. ജിബി പറഞ്ഞു ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ആയിട്ട് അങ്കമാലി വളർത്തണം അതിന്റെ പ്രാധാന്യം അദ്ദേഹം. ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ശരിയാണ്. ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കമാലി മുനിസിപ്പാലിറ്റി അവരുടെ ബഡ്ജറ്റ് പാസാക്കി വികസന രേഖകൾ അവരുടെ അങ്കമാലിയുടെ മുഴുവൻ ജനങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ചർച്ച നടത്തി വികസന രേഖ പാസാക്കി. അതിലൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ 37 കോടി രൂപയാണ് മുനിസിപ്പാലിറ്റിക്ക് വരുമാനം. 37 കോടി രൂപ. ഈ 37 കോടി രൂപ 16 സെക്ഷനുകളായിട്ട് 16 വിഭാഗത്തിൽ 14 വിഭാഗങ്ങൾ ആരോഗ്യം, മൃഗ സംരക്ഷണം, പരിസര ശുചീകരണം, ഇങ്ങനെ 16 വിഭാഗത്തിൽ. ഈ 16 വിഭാഗത്തിന് വീണ്ടും 91 സെക്ഷനായിട്ട് 91 വിഭാഗത്തിലേക്കാണ് ഈ 37 കോടി രൂപ പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഒരു പദ്ധതി നേരെ പൂർത്തിയാവുക. നമ്മളിപ്പോ ഒരു 5 മോട്ടോർ വെച്ച് വെള്ളം ചെയ്യുന്നത് ഒരു 51 തൊട്ടേക്കുള്ള ഏതെങ്കിലും അഭിനന്ദിക്കുന്നു. കൂടുതൽ ആളുകളെ വരുത്തി പങ്കാളിത്തം ഉറപ്പുവരുത്തി പ്രസംഗമല്ല ആവശ്യം. നിർദ്ദേശങ്ങളും ഇതിന് ക്രിയാത്മകമായ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ ഉള്ള പരിശ്രമമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനുള്ള എല്ലാവിധ പിന്തുണയും എനിക്ക് നിർദ്ദേശം വയ്ക്കാനുള്ളത് ഈ പൗരസമിതിയുടെ മുമ്പിലാണ്. രാജു പാർക്കിന്റെ നേതൃത്വത്തിലുള്ള ഈ പൗരസമിതി ഇന്ന് ഈ സെമിനാർ
എഴുതാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് ബന്ധപ്പെട്ടവരുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഡോക്യുമെന്റിന്റെ ആക്ഷൻ പ്ലാൻ, നേരത്തെ ജോൺ സൂചിപ്പിച്ചിട്ടുണ്ട്, ആക്ഷൻ പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഈ പൗരസമിതി ഉത്തരവാദിത്വബോധത്തോടുകൂടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ഇതുപോലുള്ള വികസന സെമിനാറുകൾ നടക്കുമ്പോൾ ഈ ഇവിടെ പറഞ്ഞ ഒരു കാര്യമെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആൽബർട്ടായാലും നൈജോ ആയാലും രാജു ആയാലും നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ്. എങ്കിൽ പോലും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ വെക്കുന്ന ഈ ഡോക്യുമെന്റിൽ നിന്ന് എന്തൊക്കെ നടപടികൾ വരുന്ന വർഷങ്ങളിൽ, വരുന്ന നാളുകളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന്, ഉത്തരവാദിത്തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ഇവാലുവേഷൻ കൂടെ നടത്തുവാനായിട്ടുള്ള പരിശ്രമം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസ